ഇതിപ്പോ വലിയ ശല്യായല്ലോ. ഞാൻ ഇപ്പൊ തന്നെ അവനെ ചവിട്ടി പുറത്താക്കും. നോക്കോ, നമുക്ക് രണ്ടുപേർക്കും ചേർന്ന് അതിനൊരു പണി കൊടുക്കാം. അറ്റാക്ക്! ഇതെന്താ? ഇത് പൂച്ചയല്ല, ഇത് റോബോട്ടാണ്. ഒരുവിധം രക്ഷപ്പെട്ടോ. വീരൽപ്പം സൂക്ഷിച്ച്. ഇംലി, നീ എന്റെ അടുത്തേക്ക് വരരുത്, മാറി നിക്ക്. മറന്നുപോയി. അയ്യോ, എനിക്ക് തല കറങ്ങുന്നേ. എന്നെ പിടിച്ചോ. Roboboy suit on. ഇംലി, നീ അവിടെ തന്നെ നിന്നാ മതി, എന്റെ അടുത്തേക്ക് വരരുത്. വീർ, ഇപ്രാവശ്യം നിന്നെ ആർക്കും രക്ഷിക്കാനാവില്ല. കാരണം മോന എന്റെ റോബോയാണ്. എന്റെ ശത്രുവിനെ നശിപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ അവളെ പറഞ്ഞയച്ചത്. അവള് നിന്റെ കഥ കഴിക്കും. ഒരു പൂച്ച ഒരിക്കലും എലിയെ വിടാറില്ല. ബൈ ബൈ വീർ. ചിന്തോ, 400 മീറ്റർ. ഇനി നീ എറിയേ. ഇത് നിന്റെ ടേണാണ്. സ്മാർട്ട്. ഇനി നിന്നെ ഞാൻ ഒരുപാട് ദൂരത്തേക്ക് വലിച്ചെറിയും. ചിന്തുവിനെ തേടി കണ്ടെത്തിയെന്നറിയില്ല. ഭാഗ്യത്തിന് എനിക്ക് വേണ്ടി കിട്ടിയത്. ഒരേ കടയിൽ നിന്ന് രസിച്ച് ചാട്ട് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. വീറിനെ ടിംബക്റ്റ് കൊണ്ടുപോയിരിക്കാം. നമുക്ക് എത്രയും പെട്ടെന്ന് അവിടേക്ക് പോണം. ഇപ്പൊ നിനക്ക് എങ്ങനെയുണ്ട് വീർ? ഇപ്രാവശ്യം നിന്നെ ഞാൻ 1000 കിലോമീറ്റർ ദൂരത്തേക്ക് പറഞ്ഞയക്കും. നോക്കിക്കോ. അവൻ അത്രക്ക് ധിക്കാരമോ? വാ ചുൽബുൾ, നമുക്ക് അവനൊരു പണി കൊടുക്കാം. ഷെടാ, ഇതെങ്ങനെ സംഭവിച്ചു? ഇതെന്ത് മാജിക്കാ? ബോസ്, ഇവിടെ ഭയങ്കര മാജിക് നടക്കാണ് ബോസ്. എന്റെ വെയിറ്റ് ടോട്ടലി കുറഞ്ഞിരിക്കുകയാണ്. എന്റെ ലേസർ ബീമും ശരിക്കും വർക്ക് ചെയ്യുന്നില്ല. വീർ, നിന്റെ ലേസർ ബീമും മറ്റ് എക്യുപ്മെന്റ്സും എല്ലാം ഇപ്പൊ ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ജെറ്റ് പാക്ക് മാത്രം റെഡിയാക്കിയാ മതി. 1 മിനിറ്റ് നീ ഒന്ന് സമാധാനമായിട്ട് ഇരിക്കും മോനെ. അല്ല, നിന്റെ ബോഡി വെയിറ്റ് എങ്ങനെയാ കുറഞ്ഞു പോയത് മോനെ? നിന്റെ ഹെൽമെറ്റിൽ ഈ സ്റ്റിക്കർ എങ്ങനെയാ വന്നത്? അപ്പൂപ്പ, എനിക്ക് എന്റെ വെയിറ്റ് തിരിച്ചു കിട്ടിക്കഴിഞ്ഞു. ദേ കണ്ടില്ലേ, ഞാനിപ്പോ തറയിൽ നിൽക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് ഈ സ്റ്റിക്കർ കാരണമായിരിക്കും എന്റെ വെയിറ്റ് ലോസ് ആയത്. അപ്പൂപ്പ, എത്രയും പെട്ടെന്ന് എന്റെ ജെറ്റ് പാക്ക് റെഡിയാക്കിത്താ. ചിണ്ടു
ചിണ്ടു നിന്റെ ഈ മാജിക് ഒന്ന് നിർത്ത്, മതി. എന്റെ കൂടെ ജിന്നുള്ള കാര്യം വേറെ ആരും അറിയരുത്. എത്രയും പെട്ടെന്ന് എല്ലാം നോർമലാക്കി മാറ്റ്. ഇപ്പോഴാണ് ഞാനൊന്ന് രസിച്ച് കളിക്കാൻ തുടങ്ങിയത്. ഞാൻ സന്തോഷായിട്ടിരിക്കുന്നത് എനിക്ക് ഇഷ്ടമുള്ള കാര്യമല്ലല്ലോ. അല്ലേ അവിടുത്തെ കാര്യം ഇവനോട് പറഞ്ഞ ഇവൻ അടുത്ത മിനിറ്റ് ഇവിടുന്ന് എസ്കേപ്പ് ആയി കളയും. വീറിനെ സഹായിക്കുന്നതിന് പകരം എന്തെങ്കിലും ഗുലുമാൽ ഒപ്പിക്കും. അതുകൊണ്ട് ഇവനോട് ഒന്നും പറയണ്ട. കുറെ നേരത്തേക്ക് സ്വൈര്യമായിട്ടിരുന്ന് ഈ ക്യാരറ്റൊക്കെ കഴിച്ചുകൊണ്ടിരിക്കാം. എല്ലാം ഓക്കെ. വീർ അവിടെ ഉണ്ടല്ലോ, എല്ലാ കാര്യം അവൻ നോക്കിക്കോളും. അവിടെ ഒരു കുട പറക്കുന്നത് കണ്ടില്ലേ? അവൻ മറ്റുള്ളവരെ ശല്യം ഞാൻ ചെയ്യുന്നു. ഇപ്പൊ തന്നെ വീറിനെ സഹായിക്കാൻ പോവാ. ഞാനിപ്പോ ഇവിടെ എന്തായി ചെയ്തോണ്ടിരിക്കുന്നേ? അല്ല, നീ ആരാ? നീ പോപ്കോൺ കഴിക്കാൻ വന്നതാ, ഞാൻ ക്യാരറ്റ് കഴിക്കാനും. ചെല്ല് പോയിരുന്ന് പോപ്കോൺ കഴിക്കേ. മേഘത്തിന്റെ മുകളിൽ ഇങ്ങനെ കയറിയിരുന്ന് പോപ്കോൺ കഴിക്കാൻ നല്ല രസവാ. എന്റെ പ്രിയപ്പെട്ട കുടകളെ, വേഗം ചെന്ന് റോബോയെ പിടിക്ക്, അവനെ അറസ്റ്റ് ചെയ്യ. റോബോബോയ്, നിന്റെ അന്ത്യം അടുത്തിരിക്കുന്നു. അവനെ കൊല്ല. ഞാൻ കുടകൾ വിൽക്കുന്ന വിൽപ്പനക്കാരനല്ല, കുടകളുടെ രാജാവാണ് ഞാൻ, രാജാവ്. ട്വിസ്റ്റർ സ്യൂട്ട് ഓൺ. നോ! എന്റെ കുടകൾ, എന്റെ കുടകൾ! ഞാൻ എത്ര കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണെന്ന് അറിയാമോ ഈ കുടകൾ? നിന്നെ ഞാൻ നശിപ്പിക്കും. എന്റെ കൈ കൊണ്ട് തന്നെ നിന്നെ ഞാൻ കൊല്ലും. എക്സ്ട്രാ പവർ ഓൺ. ഇനി നിന്നെ ഞാൻ വിടുന്ന പ്രശ്നമില്ല. നിന്നെ ഞാൻ അടിച്ച് തെറിപ്പിച്ചിരിക്കും. നീ ഇപ്പോൾ എന്റെ വലയിൽ കുടുങ്ങിക്കിടക്കുകയാണ്. റോബോ ബോയ്, വരൂ, ഞാൻ നിന്റെ മാഡ് ബോക്സിന്റെ അടുത്തേക്ക് കൊണ്ടുപോവുകയാണ്. Come on! Drill suit on. Hello, how are you? വേണ്ട, നീ എന്റെ കുടകളെല്ലാം ഡാമേജ് ആക്കിയിരിക്കുന്നു. മമ്മി, ഇതൊക്കെ എങ്ങനെ സംഭവിച്ചത്? ആ ശില്പം എങ്ങനെ ജീവനോടെ വന്നത്? എക്സ്റേ വിഷൻ ഓൺ. ഇത് മാഡ്മാക്സ് അയച്ച റോബോട്ടാണ്. ആ ഗൈഡ് തീർച്ചയായും ടിംബക്ടു തന്നെ ആയിരിക്കും. നീ ഇവിടെ നിൽക്ക്, ഞാൻ ഇപ്പൊ വരാം. റോബോ ബോയ് സ്യൂട്ട് ഓൺ. നിങ്ങൾ എല്ലാവരും പെട്ടെന്ന് ഫോർട്ടിന്റെ അകത്തേക്ക് പോയേക്ക്. ചെകുത്താന്റെ കഥ അവസാനിപ്പിക്കുവാനുള്ള സമയമായിരിക്കുന്നു. അവന്റെ കാര്യം ഞാൻ ഏറ്റു. പക്കിടം പക്കിടം.
വീർ, മുകളിൽ നിന്ന് attack ചെയ്യ്. അവരെ 4 സൈഡിൽ നിന്നും കാണാൻ പറ്റുന്നുണ്ട്. പക്ഷെ അവന് മുകളിലേക്ക് നോക്കാൻ പറ്റില്ല. നിന്റെ ഐഡിയക്ക് വളരെ നന്ദി എമിലി. പക്ഷെ ഇപ്പോഴത്തെ പ്രശ്നം അതൊന്നുമല്ല. ഞാൻ ഇവിടുന്ന് എങ്ങനെയാ മുകളിലോട്ട് പോവാ? അക്കിടം പക്കിടം ആലം ഫാലം ഇക്കിടം തിക്കിടം ആ